കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. നീയൊരു നാളും പതറുകയില്ല. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. യൂറോപ്പിലെ പ്രശസ്തമായ രാജവംശങ്ങളിൽ ഒന്നാണ് ഹാബ്സ്ബർഗ് രാജവംശം എന്ന് പറയുന്നത്. ഓസ്ട്രിയയിൽ ഏതാണ്ട് 700-ലധികം വർഷം അധികാരത്തിലിരുന്ന ഭരണ രാജവംശമായിരുന്നു ഹാബ്സ്ബർഗ് എന്ന് പറയുന്ന രാജവംശം. 1246 ബാബൻബർഗ് രാജവംശത്തിന് ശേഷം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ രാജവംശമായിരുന്നു ഹാബ്സ്ബർഗ് രാജവംശം. ബാബൻബർഗ് രാജവംശത്തിന് ശേഷം ഏതാണ്ട് ഒന്നാം ലോക മഹായുദ്ധം വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധി ആർജിച്ച രാജവംശമായിരുന്നു ഹാബ്സ്ബർഗ് രാജവംശം. ഈ ഹാബ്സ്ബർഗ് രാജവംശത്തിന്റെ ഏറ്റവും കൗതുകകരമായ ഒരു ആചാരമുണ്ടായിരുന്നു. നമുക്കറിയാം, ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം ക്രിസ്തുമതത്തിന് നല്ല വേരുറപ്പുള്ള സ്ഥലമാണ്. ഹാബ്സ്ബർഗ് രാജവംശത്തിൽ ഒരു രാജാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വിചിത്രമായ കൗതുകകരമായ ഒരു ആചാരം അവരുടെ ഇടയിൽ നിലനിന്നിരുന്നതായി ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. രാജാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ആദരപൂർവം വിലാപയാത്രയായി സംസ്കാര ശുശ്രൂഷകൾക്ക് വേണ്ടി വിയന്നയിലെ കത്തീഡ്രൽ ചാപ്പലിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട്. രാജാവിന്റെ മൃതദേഹം കത്തീഡ്രൽ ചാപ്പലിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഈ ചാപ്പലിന്റെ വാതിൽ അടഞ്ഞു കിടക്കും. ഈ വിലാപയാത്രയുടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നയാള് ചാപ്പലിന്റെ വാതിലിൽ മുട്ടി വിളിക്കും. ആ സമയം ചാപ്പലിന്റെ അകത്ത് നിന്ന് പുരോഹിതൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കും, ആരാണ് വിളിക്കുന്നത്? ആ ചോദ്യം കേൾക്കുമ്പോൾ വിലാപയാത്രയുടെ മുമ്പിൽ നിന്ന് വാതിൽക്കൽ മുട്ടിയ ആൾ ഉച്ചത്തിൽ പറയും, ഇത് മഹാനായ ചക്രവർത്തിയാണ്, വാതിൽ തുറക്കൂ. എന്നാൽ ആ ഉത്തരത്തിന്റെ മുമ്പിൽ വാതിൽ അടഞ്ഞു തന്നെ കിടക്കും. രണ്ടാമതും അയാൾ വാതിൽക്കൽ ഉച്ചത്തിൽ മുട്ടി വിളിക്കും. പതിവ് പോലെ തന്നെ ചാപ്പലിന്റെ അകത്ത് നിന്ന് പുരോഹിതൻ ചോദിക്കും, ആരാണ് മുട്ടി വിളിക്കുന്നത്? ഉടനെ അയാൾ പറയും, രാജാവാണ് മുട്ടി വിളിക്കുന്നത്. ആ മറുപടിക്കും ഈ കത്തീഡ്രൽ ചാപ്പലിന്റെ വാതിൽ തുറക്കപ്പെടുകയില്ല, അടഞ്ഞു തന്നെ കിടക്കും വാതിൽ. മൂന്നാമതും ഈ ചാപ്പലിന്റെ വാതിൽ മുട്ടി വിളിക്കുമ്പോൾ അകത്ത് നിന്ന് പുരോഹിതൻ ഉച്ചത്തിൽ ചോദിക്കും, ആരാണ് വിളിക്കുന്നത്? ഉടനെ അയാൾ മറുപടി പറയും, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. ആ ഉത്തരത്തിന്റെ മുമ്പിൽ കത്തീഡ്രൽ ചാപ്പലിന്റെ വാതിൽ മലർക്കെ തുറക്കും. തുടർന്ന് മൃതദേഹം ഔപചാരികമായ ബഹുമതികളോടുകൂടെ പ്രാർത്ഥന മന്ത്രങ്ങളോടുകൂടെ ഈ കത്തീഡ്രൽ ചാപ്പലിന്റെ അകത്തേക്ക് എഴുന്നള്ളിച്ച് സംസ്കാര ശുശ്രൂഷകളൊക്കെ പൂർത്തീകരിക്കും. സ്നേഹമുള്ളവരെ, എന്തിനാണ് ഇങ്ങനെ ഒരു ചടങ്ങ്, ഒരു ആചാരം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്
എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി, ഹാബ്സ്ബർഗ് രാജവംശത്തിൽ ജീവിതങ്ങളെ എപ്പോഴും ഉദാത്തമായി കാണുവാൻ, മൂല്യബോധത്തോടുകൂടെ ജീവിതത്തെ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുവാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്ന സാഹചര്യങ്ങളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളെയൊക്കെ അവർ അവരുടെ വിശ്വാസ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആ വിലാപയാത്രയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഈ രാജാവിൻ്റെ അന്ത്യകർമ്മങ്ങളോട് ചേർന്ന് തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ യോഗ്യതയോ സ്ഥാനമാനങ്ങളോ സൗന്ദര്യമോ ആരോഗ്യമോ സമ്പത്തോ പേരോ പ്രശസ്തിയോ ഒന്നുമല്ല നിത്യമായ രക്ഷയിലേക്ക് മനുഷ്യന്റെ ആത്മാവിനെ ആനയിക്കുന്നത്. മറിച്ച് താൻ പാപിയായ ഒരു മനുഷ്യനാണ്, താൻ കുറവുള്ളവനാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ ചെറിയൊരു വ്യക്തിയാണ്, ഞാൻ ദുർബലനാണ് എന്നുള്ള തിരിച്ചറിവാണ് ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എത്ര നാളത്തേക്കാണെന്ന് നമുക്കറിയില്ല. എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിന്റെ മഹിമയെ അടയാളപ്പെടുത്തുന്നത്. മറിച്ച് ജീവിച്ച നാളുകൾ എത്രത്തോളം നാം നമ്മെ തന്നെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി ജീവിച്ചു എന്നുള്ളതിലാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇടപെടൽ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരായി ജീവിക്കാൻ ആത്മാർത്ഥമായി നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്കും നമ്മുടെ ജീവിത മുഖാന്തിരമായി മറ്റുള്ളവർക്കും അത് പ്രയോജനം ചെയ്യുന്നത്. അവിടെയാണ് മനുഷ്യന്റെ ജീവിതം അർത്ഥപൂർണമായി തീരുക. ജീവിതത്തിൽ ഒരിക്കലും ഭൂമിയിൽ ലഭിക്കുന്ന താൽക്കാലികമായ സ്ഥാനമാനങ്ങളോ യോഗ്യതയോ അല്ല, മറിച്ച് മൂല്യബോധത്തോടു കൂടിയ ആത്മാവിനെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുന്ന, പാപം കൂടാതെ നമ്മുടെ ആത്മാവിനെ പവിത്രമായി സൂക്ഷിക്കുന്ന സാഹചര്യങ്ങളെ നാം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ ദുർബലതയെ തിരിച്ചറിഞ്ഞ് അവന്റെ കുറവുകളെ മനസ്സിലാക്കി താൻ ആരാണെന്നും താൻ എന്താണെന്നും താൻ എത്രത്തോളമാണെന്നും തിരിച്ചറിഞ്ഞ് സന്തോഷകരമായി തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് തീരുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.